പിന്നെ ദിലീപ് കണ്ണൂരെ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ദർശനം നടത്തിയിരിക്കുന്നു. എന്തായിരിക്കും കാര്യം? അറിയാമല്ലോ, എന്തായാലും ഇതിൻ്റെ വിധി പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ വിധി. എന്തായിരിക്കും, വെറുതെ വിടുമോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ദിലീപിന് ഭയങ്കര ആശങ്കയുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പൾസർ സുനിയുടെ പല വീഡിയോകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഏതായാലും ദിലീപ് കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ദർശന പുണ്യം തേടിയെത്തിയത്. ഈ നടിയെ പീഡിപ്പിക്കാൻ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയെന്ന കേസിലാണ് അന്തിമവിധി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ ദിലീപ് 89 ദിവസത്തോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. സ്വാഭാവികമായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഡിജിറ്റൽ തെളിവുകളൊക്കെ നിർണായകമാണ്. അതുമാത്രമല്ല, ഈ അതിജീവിത നൽകിയ പരാതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണം, ഡിജിറ്റൽ തെളിവുകളടക്കം എടുക്കുന്നത്, ഹാഷ് വാല്യൂ, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ കാണാതെ പോയത്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പേടിച്ചിട്ടായിരിക്കാം ദിലീപ് ഇപ്പോൾ കടുത്ത കരിയർ ബേസിൽ നോക്കിയാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിനിമകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഒരു നടൻ ആദ്യം ഒരു മിമിക്രിയിലൂടെ കടന്നു വരികയും പിന്നീട് അയാൾ മലയാള സിനിമ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വലിയ താരമായി, വലിയൊരു പ്രൊഫൈലായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അയാളുടെ ഗ്രാഫ് ഇടിയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അദ്ദേഹം ഈ സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര വിശ്വാസികളായിരിക്കും. അവർക്ക് കടുത്ത ഭക്തിയൊക്കെ ഉള്ള ആളുകളാണ് സിനിമാക്കാർ. അന്ധവിശ്വാസവുമുണ്ട്. സിനിമയിലൊക്കെ നമ്മൾ ഈ ഒരാൾ മരിച്ച സീൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ മരിച്ച ആളിനെ എഴുന്നേൽപ്പിച്ച് സെറ്റിലുള്ളവരെല്ലാം ചിരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ ഒറിജിനലായി മരിച്ചു പോകുമെന്നൊക്കെയാണ് വിശ്വാസം. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇവരൊക്കെ തന്നെ കടുത്ത ഭക്തരാണ്. നമുക്കറിയാം, ജയറാമാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അവരുടെയൊക്കെ ക്ഷേത്ര ദർശനം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അവരുടെ ആ ഭക്തിയുടെ ഒരു ആഴം എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ ഈ കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ദിലീപ് ദർശനം നടത്തിയത്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ദിലീപ് പൊന്നിൻകുടം വെച്ചാണ് തൊഴുതത്. ചൊവ്വാഴ്ച രാവിലെ 9:30 ക്ഷേത്രത്തിലെത്തിയത്. അതോടൊപ്പം തന്നെ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു. ദിലീപിനൊപ്പം മാനേജരും മറ്റും ഉണ്ടായിരുന്നു. ക്ഷേത്ര ജീവനക്കാരും നാട്ടുകാരും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെത്തിയ ദിലീപിനെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ദിലീപിൻ്റെ ഈ നമ്മുടെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ഒരു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അത് സ്ഥാനം പിടിച്ചൊരു കേസാണിത്. അതായത് ഒരു നടിയെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു സംഭവം ലോക സിനിമാ ചരിത്രത്തിലുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിലുള്ള പല ആളുകളും ഇത് ഉറ്റുനോക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും മറ്റ് ഭാഷകളിലുള്ള സിനിമാക്കാരുൾപ്പെടെ ഇതാരാണ് എന്ന് അന്വേഷിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ നാഷണൽ ചാനൽസ് ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിധി ഏത് തരത്തിലായിരിക്കും? ദിലീപിന് ശിക്ഷ ലഭിക്കുമോ, അതോ ദിലീപിനെ വെറുതെ വിടുമോ? ദിലീപിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ദിലീപ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനം ഉറ്റുനോക്കുകയാണ്. കേരളീയ പൊതുസമൂഹം, സിനിമാ പ്രേമികളൊക്കെ തന്നെ ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണത്തിന് ശേഷം ദിലീപ് ചിത്രങ്ങൾ കാണാത്ത ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ടെലിവിഷൻ ഷോകളിലും ദിലീപിനെ ഉൾക്കൊള്ളിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ചില ടെലിവിഷൻ ഷോകളിലൊക്കെ കടന്നു പോയിട്ടുമുണ്ട്. അമ്മയിലും അതാണ്, അവർ പേരിന് വേണ്ടിയെങ്കിലും, അവർക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ലെങ്കിലും ഈ ഒരു ഇമേജ് എന്നുള്ള രീതിയിൽ അമ്മയും ആ രീതിയിലുള്ള നിലപാടുകളൊക്കെയാണ് എടുത്തത്. പക്ഷേ ഈ പറയുന്ന ക്ഷേത്ര ദർശനത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം ഈ വിധി വരുമ്പോഴത്തേക്കും ഈശ്വരകടാക്ഷം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം, അതിനായിരിക്കുമോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? ശബരിമല അതുപോലെയാണ് പോയത്. പക്ഷേ ശബരിമല പോയി അടുത്തൊരു കേസ് ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. അതെ. ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ദിലീപിന് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചതിന് ശേഷം ദിലീപിന് വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാം. കാരണം ദിലീപിനെ പോലെ ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മിമിക്രിക്കാരൻ എന്ന രീതിയിൽ, ഒരു വലിയ അഭിനേതാവ് എന്ന രീതിയിലൊന്നും വന്ന ആളല്ല. ഒരു കുടുംബ സദസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു നടൻ എന്നതിനപ്പുറം ദിലീപിന് വലിയ റേഞ്ച് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ആകാരത്തിലും സൗന്ദര്യത്തിലും ഒക്കെ ഒരു വലിയൊരു ഇത് പറയാൻ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. മറ്റു നടന്മാരെ ഇല്ല, അതെ പറയാൻ പറ്റില്ല.
കാരണം ദിലീപിനെ നമ്മൾ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഒരു വലിയൊരു സ്റ്റാർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു സാധാരണ ഒരു നടൻ എന്ന രീതിയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ദിലീപ് അവിടെ നിന്നുകൊണ്ട് ഭയങ്കരമായ ഉയരങ്ങൾ കീഴടക്കാൻ ദിലീപിന് സാധിച്ചു. 2020 പോലുള്ള സിനിമ നിർമ്മിക്കുമ്പോൾ ദിലീപിൻ്റെ റേഞ്ച് വേറൊരു തലത്തിലായി. അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ദിലീപിന് സാധിച്ചു. പല സ്ഥാപനങ്ങളും തുടങ്ങി. അതെ, ഹോട്ടൽ അടക്കം ഉണ്ടായിരുന്നു, മറ്റേ ബൊട്ടീക്കുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ, ഹൗസ് ബോട്ടുകൾ വാങ്ങി, പിന്നെ പുട്ട്, പിന്നെ അതോടൊപ്പം തന്നെ തിയേറ്റർ വ്യവസായം. അങ്ങനെ ദിലീപ് കൈവയ്ക്കാത്ത മേഖലകളില്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ദിലീപിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്തോ പിന്നീട് വിവാഹ ജീവിതത്തിൽ ദിലീപിന് അധികകാലം കഴിഞ്ഞപ്പോഴേക്കും മഞ്ജു വാര്യരുമായി ഇത്തരത്തിൽ പിരിയേണ്ടി വന്നു. പിന്നീട് ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം പിന്നെ ദിലീപിൻ്റെ കരിയർ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ജയിലിലാകുന്നു. പിന്നെ വരുന്ന സിനിമകളൊന്നും തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ദിലീപിനൊരു പൊതുവേദിയിൽ പോയാൽ പോലും ദിലീപിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അത് സ്വീകാര്യതയ്ക്കൊക്കെ വലിയ ഇടിവ് വന്നു. അതെ, അതൊരു വല്ലാത്തൊരു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. ഒരു പക്ഷേ ദിലീപ് ഇത്തരത്തിൽ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ടാവാം, അതിൻ്റെയൊക്കെ ഒരു ശാപമാകാം, എന്തും സംഭവിക്കാം. പക്ഷേ ഈ കേസ് എനിക്ക് തോന്നുന്നു അത്ര നിസ്സാരമായിട്ട് തീരില്ല. അതായത് ഇത് ഗൗരവമായിട്ടുള്ള കേസ് തന്നെയാണ്. കോടതി ആ രീതിയിലാണ് കാണുന്നത്, സമൂഹം ആ രീതിയിലാണ് കാണുന്നത്. ദിലീപിൻ്റെ ഇനി എന്തൊക്കെ എത്ര ദൈവത്തിനടുത്ത് പോയി പ്രാർത്ഥിച്ചാലും എങ്ങനെയൊക്കെ വിളിച്ചാലും ശരി തന്നെ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോടതി വിധിയിൽ നിന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. ആ കോടതി വിധി എന്താണോ വരാനിരിക്കുന്നത് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, നമുക്ക് സാധാരണഗതിയിൽ തന്നെ ഒരുപാട് അഭിഭാഷകരുമായിട്ട് സുഹൃത്തുക്കളുണ്ട്, ഇല്ലെങ്കിൽ തന്നെ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവരെല്ലാം പറയാറുണ്ട്, ഒരു കേസ് വന്നാൽ അത് കോടതിക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ജെന്യുവനാണ്, ഒരു തെറ്റാരുടെ ഭാഗത്താണെന്നുള്ളത്. നീതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കളിയാണ്. ദൈവത്തിനറിയാം, ദൈവസാക്ഷിയാണ് ഈ നീതിയുടെ മുന്നിൽ. നീതി ദേവത എന്ന് പറയുന്നത് അത് നമ്മൾ ഈ സങ്കല്പങ്ങളിലെ നീതി ദേവത അല്ല, ശരിക്കും നീതി ഒരു ദേവത തന്നെയാണ്. അത് കൃത്യമായി ഈ ശരി തെറ്റുകളെ നോക്കുന്നുണ്ട്. ആരാണ് അനീതി ചെയ്യുന്നത് അവർക്ക് ഉറപ്പായും ശിക്ഷ കിട്ടും. അതിൽ നിന്ന് ഒരിക്കലും രക്ഷയില്ല. കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ അത് കുറ്റവാളികൾ രക്ഷപ്പെടുന്ന തലം വേറെയാണ്, ശരിയാണ്. ഒരാളും ശിക്ഷിക്കപ്പെടരുത്, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. പക്ഷേ കുറ്റവാളിയെ രക്ഷപ്പെടാൻ പോലും പലപ്പോഴും നമ്മുടെ ഈ സംവിധാനം അനുവദിക്കില്ല. നമുക്കത്ര സുശക്തമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനകത്ത് അറിയാൻ പറ്റും. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് തെറ്റ് ചെയ്തോ ഇല്ലെന്ന്. അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതിൽ നിന്ന്, ഈ കേസിൽ നിന്ന് രക്ഷയില്ല. മറ്റൊരു കാര്യം, പൊതുസമൂഹവും അങ്ങനെ ഒരാളെ പിന്നെ അംഗീകരിക്കും. അത് ഒരു പക്ഷേ ദിലീപ് ശിക്ഷിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, ബിനു എന്ന് തോന്നുന്നു, പിന്നീട് മലയാളികൾ സിനിമയിലൂടെയോ ഇല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെയോ നടനെയോ അംഗീകരിക്കുമോ തോന്നുന്നു? ഇല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ബലാത്സംഗം കൊട്ടേഷൻ കേസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും മലയാളികൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലൊക്കെ വലിയ അപമതിപ്പുണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് ഷൈൻ ടോം ചാക്കോയെ പോലെ ആണെങ്കിലും അതിനേക്കാൾ അപ്പുറം ഒരു അതിജീവിതയെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു, കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതാരും ഉൾക്കൊള്ളില്ല. കാരണം അത് മലയാളികൾ മാത്രമല്ല, ആരായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആരും അതിനെ അനുകൂലിക്കില്ല. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ ദിലീപ് തന്നെയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതറിയില്ല. പിന്നെ ബൾസ സുനിയുടെ പലപ്പോഴായിട്ടുള്ള ഇത് മാറ്റിപ്പറയൽ, മൊഴി മാറ്റിപ്പറയൽ, അതോടൊപ്പം ഇപ്പോൾ സ്വകാര്യ ചാനലിന് നൽകിയ ഒളി ക്യാമറ അഭിമുഖം, അതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതെ, ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതൊക്കെ റേറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ്. അത് പക്ഷേ വേണ്ടത്ര വിധത്തിൽ റേറ്റിംഗ് ഉണ്ടാക്കാനും കഴിഞ്ഞില്ല, ആരും അത് ഏറ്റുപിടിച്ചതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാഷ് വാല്യൂ മാറിയത്, അതോടൊപ്പം ആ ദൃശ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്, അതോടൊപ്പം ആ ഫോൺ കുറച്ച് 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോൺ കിട്ടാതെ പോകുന്നത്, ഇതെല്ലാം തന്നെ നിർണായകമാണ്. പ്രധാനപ്പെട്ട ഒരു മാഡം ഇതിനകത്തുണ്ട്. ആ മാഡം ആരെന്ന് കണ്ടെത്തണം. അത് എല്ലാം ഇവരെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സംഭവം തന്നെയാണ്. ഏതായാലും ദിലീപ് രാജരാജേശ്വരി ക്ഷേത്രത്തിലടക്കം ദർശനം നടത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുമോ അതല്ല ശിക്ഷ വിധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.